പേര് സി ആറ്റ്ലസ് എന്നാണ്. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ ഭർത്താവ് പല ജോലികളും ചെയ്തു, പക്ഷെ ഒന്നും ശരിയായില്ല. ആകെ ഞങ്ങൾ വിഷമിച്ചു. വാടകയ്ക്കാണ് താമസിക്കുന്നത്, 2 പെൺകുട്ടികളുണ്ട്. ആകെ കൂടി ഞങ്ങൾ ആകെ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് കഴിഞ്ഞ വർഷം പത്രം കിട്ടിയപ്പോഴത്തേക്കും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചെന്നൈയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഹസ്ബൻഡിന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. സിവിലിൻ്റെ ആയിരുന്നു. അവിടെ മലയാളികളെയൊന്നും എടുക്കത്തില്ലായിരുന്നു. പക്ഷേ എന്നാലും എന്തോ ദൈവത്തിൻ്റെ കൃപ കൊണ്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും എൻ്റെ ഭർത്താവിന് സൈറ്റ് എഞ്ചിനീയറായിട്ട് ജോലി കിട്ടി. ചെന്നൈയിലായതുകൊണ്ട് ഞങ്ങൾക്കൊരു വിഷമമായിരുന്നു അങ്ങോട്ട് പോകേണ്ട വരുമെന്ന്. പക്ഷേ ആദ്യത്തെ പ്രോജക്റ്റ് കളമശ്ശേരിയിലായിരുന്നു. അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ ഗവൺമെൻറ് ആക്കിയത് കൊണ്ട് പുതിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ സൈറ്റ് എഞ്ചിനീയർ പ്ലസ് കോർഡിനേറ്ററായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം ആ കമ്പനിയുടെ വകയിട്ട് ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ് അവർ എടുത്തു തന്ന്. ഇത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കൂടാതെ എൻ്റെ അമ്മയ്ക്ക് 525 ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം വന്ന് ഞാനിവിടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് വെഞ്ചരിച്ച തേൻ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അമ്മയ്ക്ക് തേൻ കഴിക്കാൻ പേടിയായിരുന്നു. കാരണം തേൻ കഴിച്ച് കഴിഞ്ഞ് ഷുഗർ പിന്നെയും കൂടുമെന്ന്. കാരണം പലപ്പോഴും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർമാർ പറയും അഡ്മിറ്റ് ആകാൻ. പക്ഷേ അമ്മ അഡ്മിറ്റ് ആകാറില്ല, എങ്ങനെയെങ്കിലും പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വെഞ്ചരിച്ച തേൻ കൊടുത്തു കഴിഞ്ഞ് തലേ ദിവസം ഞാൻ തേൻ കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മനോട് പ്രാർത്ഥിച്ചിട്ട് തേൻ കഴിക്കാൻ പറഞ്ഞു. അമ്മ തേൻ കഴിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും 225 ഷുഗറായിട്ട് കുറഞ്ഞു. അത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ കരഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ഇത് തന്ന മാതാവിന് ഏറ്റവും നന്ദി പറയുന്നു.